പ്രിയപ്പെട്ട സഹോദരികളെ, രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ കണ്ടു വന്നത് ഏലിയ പ്രവാചകൻ കാർമൽ മല, പ്രവാചകൻ്റെ ബലി, പിന്നീട് പ്രവാചകൻ ഹോറബ് മലയിലേക്ക് ഓടുന്ന പ്രയാണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞതോടൊപ്പം തന്നെ ചില യുദ്ധങ്ങളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. യുദ്ധത്തിൻ്റെ വിജയം കർത്താവിൻ്റെ സാന്നിധ്യമാണ് എന്ന പ്രമേയമാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അവതരിപ്പിക്കും. ഇവിടെ യുദ്ധം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇന്നത്തെ യുദ്ധത്തിൻ്റെ രീതിയിൽ അന്നത്തെ യുദ്ധത്തെ കാണരുത്. ഇന്ന് യുദ്ധം അമേരിക്കയും ഇറാനുമായും അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനുമായും ഒപ്പം നടക്കുന്ന വലിയ മിസൈലുകളുടെ ആ യുദ്ധ പരിപാടികൾ, ആധുനിക ശക്തി, ആധുനിക യുദ്ധ ഉപകരണങ്ങളുമായിട്ടുള്ള ഇടപെടൽ, അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. അതിൻ്റെ സ്പിരിറ്റ് താരതമ്യം ചെയ്യാം. ഇവിടെ നമുക്ക് താരതമ്യം ചെയ്യാനാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അന്നുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം, അതിൻ്റെ ആ രീതി നമ്മൾ മനസ്സിലാക്കിയാൽ ഏതാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇടയാവും. 615 നാട്ടുരാജാക്കന്മാർ, നാട്ടുഗ്രാമങ്ങൾ. ഇന്ത്യ എന്ന് പറഞ്ഞ എണ്ണം ഉണ്ടായി. ഇന്ത്യ ഉണ്ടായത് പിന്നീട് ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം കോർഡിനേറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ നാട്ടുരാജാക്കന്മാരെല്ലാം അല്ലെ നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ച് ചേർത്ത് വല്ലഭായ് പട്ടേൽ അതൊരു രാജ്യമാക്കി രൂപാന്തരപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി രൂപപ്പെട്ടു വരുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു ഇത് ചെറിയ ചെറിയ നാട്ടു രാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളുമായിരുന്നു. അവർ തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യയെ പിടിച്ചടക്കാൻ പറ്റിയത് ബ്രിട്ടീഷിൻ്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾക്കൊക്കെ? ഈ പോർട്ടുഗീസുകാരും അതുപോലെ തന്നെ ഡച്ചുകാരും അതുപോലെ ബ്രിട്ടീഷുകാരും ഒക്കെ ഒന്ന് കീഴടക്കേണ്ട കാരണം എന്താ? ഇവിടെയുള്ള രാജാക്കന്മാർ തമ്മിൽ പരസ്പരം യുദ്ധം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദുർബലരായവർ ഈ കമ്പനികളെയൊക്കെ ആശ്രയിച്ചു. അവരവസരം മുതലാക്കി ഇവിടെ അന്നത്തെ യുദ്ധത്തിൻ്റെ രീതിയിൽ അവരൊരുങ്ങി യുദ്ധം ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ സായിപ്പ് നേരെ വെടിയുണ്ടയുമായിട്ട് കടന്നു വന്ന് തോക്ക് ചൂണ്ടി എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ആ കാലഘട്ടങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ യുദ്ധ രീതികൾ മനസ്സിലാക്കിയാൽ മതി. ആ രീതിയിലാണ് ഇവിടുത്തെ യുദ്ധങ്ങൾ നാം കാണുന്നത്. പക്ഷേ ഇവിടെ എന്തിനാണ് തിരുവചനം ഇങ്ങനെ ഈ യുദ്ധത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്? യുദ്ധത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കാനൊന്നുമല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യ അവസാനം അത് എല്ലാ കാലഘട്ടങ്ങളിലും യുദ്ധങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു മനുഷ്യരാ, എന്തിനാ യുദ്ധം ചെയ്യുന്നത്, ഒരു ദൈവമല്ലേ ഉള്ളൂ, എല്ലാം മക്കളല്ലേ, പിന്നെ എന്തിനാ പരസ്പരം യുദ്ധം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആദർശപരമായ കാര്യമാണ്, അത് സത്യവുമാണ്. പക്ഷേ മനുഷ്യനിൽ തിന്മയുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് യുദ്ധം അനിവാര്യമായിട്ട് വരിക. അതായത് അനീതി, അതിൻ്റെ കെടുകാര്യസ്ഥത, അത് ആധിപത്യം പുലർത്തുമ്പോൾ അതിനെതിരെ പ്രതിലോമ ശക്തികൾ അത് പ്രതികരിച്ച് കഴിയുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം നീതിയും അനീതിയും തമ്മിൽ സംഘർഷവും സംഘട്ടനവും ഉണ്ടാകും. അതിന് യുദ്ധം എന്ന് പറയുന്നതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. യുദ്ധം മനുഷ്യകുലത്തിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ജനതയുടെ യുദ്ധത്തിൽ അവർ വിജയം വരിക്കുന്നത് പിമ്പിൽ മനുഷ്യൻ്റെ ആയുധ സാമഗ്രികളല്ല, പ്രത്യുത ദൈവവചനത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രേരണയും പ്രചോദനവുമായിട്ട് കാണുമ്പോഴാണ് ഇത് തിരുവചനമായിട്ട് മാറുന്നത്. അപ്പോൾ അത് നന്മയേത് തിന്മയേത് എന്നതിനെ സംബന്ധിച്ച് നാം തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ തിന്മയുടെ ഒരു പ്രതീകമായിട്ട് ചില വിഭാഗങ്ങളെ കാണുകയും അവർ കടന്നാക്രമിക്കാൻ ചെയ്യുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകുന്നത് ഒരുപക്ഷെ ദൈവപ്രേരണയിൽ നന്മ എന്നാഗ്രഹിക്കുന്ന വിഭാഗത്തിൻ്റെ യുദ്ധ രംഗങ്ങളിലൂടെയാണ്. അപ്പം അതുകൊണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ അതാകാവോ എന്നുള്ള ചിന്ത അത് ശരിയായ ചിന്തയല്ല. അത് മനുഷ്യകുലത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നാം കാണാൻ പോകുന്നത് 1 രാജാക്കന്മാരുടെ 20-ാം അധ്യായം തൊട്ടുള്ള ഭാഗങ്ങളാണ്. ഏലിയ പ്രവാചകൻ്റെ പ്രവർത്തനങ്ങൾ വിവരണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇസ്രായേലും സിറിയയും തമ്മിൽ നടന്ന ചില യുദ്ധത്തെയാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇസ്രായേലും സിറിയയും തമ്മിലുള്ള യുദ്ധം, അതായത് ദാവീദ പരിച്ഛഘട്ടങ്ങളിലൊക്കെ ഇവരൊക്കെ
ഒരു വിധത്തിൽ പറഞ്ഞ് അടിച്ചമർത്തപ്പെട്ട് തലപൊക്കാനാകാതെ വിധേയത്വത്തോടുകൂടി ജീവിച്ചിരുന്നു അയൽ രാജ്യങ്ങൾ. ഇപ്പോൾ ദാവീദിനെ ഭയമായിരുന്നു, ദാവീദ് ശക്തനായ സമ്രാട്ടായിരുന്നതുകൊണ്ട് അന്ന് സിറിയയൊക്കെ തലപൊക്കാതെ വിധേയത്തോട് ജീവിച്ചിരുന്നുവെങ്കിൽ ദാവീദിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കളുടെയൊക്കെ കാലം വന്നപ്പോൾ ഇസ്രായേൽ ദുർബലമായി. ഇസ്രായേൽ ദുർബലമായപ്പോൾ സിറിയ ശക്തി ആർജിച്ചു. അപ്പോൾ സിറിയ എന്ന് പറയുന്ന അതിൻ്റെ രാജാവായ ബെൻ ഹദാദ് നേരെ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിനൊരുങ്ങുന്നതാണ് ആദ്യം കാണുക. യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ പ്രവാചകന്മാർ ഇവരോട് പറഞ്ഞു, ഇസ്രായേലിനോട് പറഞ്ഞു, അതായത് യഹോവയുടെ ഹിതമനുസരിച്ച് വേണം യുദ്ധം ചെയ്യാൻ, അപ്പോഴാണ് നിങ്ങൾ വിജയിക്കും. ആ വിധത്തിൽ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവർ മുമ്പോട്ട് പോയപ്പോൾ അവർ വിജയിക്കുകയും 2 പ്രാവശ്യം സിറിയയെ പരിപൂർണമായിട്ട് തോൽപ്പിക്കുകയും ചെയ്തു. അവസാനം സിറിയൻ രാജാവിനോട് കരുണ കാണിച്ചു. കരുണ കാണിക്കാൻ കാരണം എന്താണ്? അവസാനം സിറിയക്കാരെല്ലാം തോറ്റുകൂടിക്കഴിഞ്ഞപ്പോൾ ആ സിറിയൻ രാജാവ് ഈ ബെൻ ഹദാദ് എന്ന് പറയുന്ന ആൾ ദൂതനെ അയച്ച് ഇവിടെ ഇസ്രായേലിൻ്റെ രാജാവിന് മുമ്പിൽ, അഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവിന് മുമ്പിൽ ക്ഷമാപണം നടത്തി മാപ്പപേക്ഷിച്ച് വളരെ വിനീതദാസനായി വന്ന് എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കരുണ തോന്നി. അദ്ദേഹത്തിൻ്റെ മാപ്പ് കൊടുക്കുന്നതാണ് നമ്മോട് കാണുക. പക്ഷേ അത് പിന്നീട് പ്രവാചകന് അത് അവിശ്വസ്തതയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും അന്നത്തെ അനുസരിച്ച് യുദ്ധത്തിൻ്റെ കൊള്ള മുതൽ അത് വിജയിക്കുന്ന ആളിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഇയാളെ വെറുതെ വിട്ടത് ശരിയായില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഇടയായി. അപ്പോൾ ഇവിടെ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയുടെ ഔദ്ധത്യം, അഹങ്കാരം. അതുകൊണ്ട് മറ്റാരും ശക്തരല്ലാത്ത അവസരത്തിൽ ഞങ്ങൾ ശക്തിയാർജി, ഇന്നും ഇത് തന്നെയല്ലേക്ക് നടക്കുക. ഔദ്ധത്യത്തിൻ്റെ കൊടുമുടിയിലല്ലേ അമേരിക്ക നിൽക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു നല്ല വശങ്ങളും നല്ല മനുഷ്യരും നല്ല ആളുകളും ഒക്കെയുള്ള ഒരു രാജ്യം തന്നെയാണെങ്കിലും ശരി, അതായത് ലോക പോലീസ് എന്ന നിലയിലേക്കുള്ള ഔദ്ധത്യം അത് തലയിൽ കയറുന്നതിൻ്റെ ഫലമായിട്ടാണ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഈ തീരുവ ചുമത്തലും ഈ ഭീഷണിയും ഈ പേടിപ്പിക്കലും ഒക്കെ. സത്യത്തിൽ നമ്മളും അതിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അമേരിക്ക നോക്കി നിന്നില്ലെങ്കിൽ രക്ഷപ്പെടില്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ ഈ അതിശക്തമായ നമുക്കുള്ള നിയന്ത്രണങ്ങൾ, പ്രതിരോധങ്ങൾ, ഉപരോധങ്ങൾ, അതിനൊക്കെ ഫലമായിട്ട് നമ്മളുടെ സാമ്പത്തിക വരുമാനം ഒരുപാട് കീഴോട്ട് പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ 3ാം സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ 7ാം സാമ്പത്തിക രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് കീഴോട്ടാണ് പോന്നിരിക്കുന്നത്. നമ്മളെല്ലാം ഒത്തിരി പൊക്കിപ്പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെയൊക്കെ ഉയർത്തിക്കാട്ടി നമ്മളാണ്ട് വലിയ കെമന്മാരാന്ന് വിചാരിക്കുന്നത് അത്ര ശരിയല്ല. ആ പോക്ക് അത്ര ശരിയുമല്ല. കാരണം സാമ്പത്തികമായിട്ട് പിന്നോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കും. ഹോർമൂസ് കടലെടുക്കിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, അല്ലാണ്ട് തന്നെയും ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതിലേക്കാണ്, വർഗീയതയിലേക്കാണ്. അതിതീവ്ര വർഗീയതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുമ്പോൾ വികസനവും അതുപോലെ രാജ്യത്തിൻ്റെ നയതന്ത്രപരമായ കാര്യങ്ങളൊക്കെ പരാജയമെന്ന് ഭവിക്കുന്നു. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ലോകത്തിൽ സാർവത്രിക സാഹചര്യങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് തീരുകയും രാജ്യത്തിന് ക്ഷീണം ഭവിക്കുകയും ചെയ്യും. ലോകസമാധാനത്തിൽ സമാധാനത്തിൽ തീരുമാക്കുന്ന രാജ്യങ്ങളൊക്കെ ഫിൻലൻഡും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡും അതുപോലെ രാജ്യങ്ങൾ 1, 2, 3 സ്ഥാനത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ 118ാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കണ്ടമാനം അസമാധാനമുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് സാമ്പത്തിക ക്ഷയത്തിന് കാരണമായിട്ട് തരും. ഈ ലോകത്തിൽ ആർക്കും തനിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോ എക്സിസ്റ്റൻസ് മാത്രമേ പറ്റുകയുള്ളൂ. ആ കോ എക്സിസ്റ്റൻസിലൂടെയാണ് ഈ വലിയ സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നത്. അപ്പോഴാണ് അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ വ്യാപാരങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ അല്ലാത്ത പക്ഷം നമുക്ക് സാമ്പത്തികമായ ക്ഷയമുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം. പലയിടത്തും പ്രതിരോധം ഏർപ്പെടുത്തി കഴിയുമ്പം ഓയിലിൻ്റെ വില അങ്ങ് ഇരട്ടിച്ച് കഴിയുമ്പം എല്ലായിടത്തും വിലക്കയറ്റം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ സാമാന്യ ജീവിതത്തെ കൂടെ കണ്ടമാനം ബാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഇപ്പോൾ സ്വാധീനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഭയങ്കരമായ വിലക്കയറ്റത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു വശം രാജ്യം പൊതുവില്ല. അപ്പോഴാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് കണ്ടില്ലേ ധവളപത്രം പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ എത്ര ഭയങ്കരമായ കടബാധ്യതയിലാണ്. 5 ലക്ഷം കോടി കടത്തിലാണ് ഒരു രാജ്യം നിൽക്കുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ പൗരനും അതിൻ്റെ ഭാഗഭാഗത്ത് വഹിക്കേണ്ട നമ്മൾ കടക്കാരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മുമ്പോട്ടുള്ള സ്ഥിതിഗതികൾ ദുഷ്കരമായിരിക്കുമെന്ന് തന്നെ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികം എന്ന് പറയുന്നത് പലപ്പോഴും നിലനിൽക്കുന്നത് രാജ്യതന്ത്രജ്ഞൻ്റെ ഭാഗം കൂടിയാണ്. അതായത് കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ
വേണ്ട വിധത്തിൽ കയറ്റുമതിയൊക്കെ നടക്കണമെങ്കിൽ നല്ല നയതന്ത്ര ബന്ധം വേണം. അത് കഠിനമായ തീരുവയൊക്കെ ഇറക്കി കയറ്റുമതിയെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ, ഇറക്കുമതി മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറുകയും സാമ്പത്തികമായിട്ട് തകരുകയും ചെയ്യും. ഇപ്പോൾ വാർത്തയുണ്ടായി പുറത്തു വരുന്നുണ്ട്, ഏതാണ്ട് 80 ടൺ സ്വർണം നമ്മൾ രാജ്യം അത് വിറ്റുകളഞ്ഞു എന്നൊക്കെ. വാർത്ത കേട്ട് ശരിയാണോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് രാജ്യം പോകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. 800 ടൺ സ്വർണം. പണ്ട് ചന്ദ്രശേഖർ മന്ത്രിയായ കാലഘട്ടങ്ങളിൽ ഈ സ്വർണം പണയം വെച്ചതേ ഉള്ളൂ. ഈ വിറ്റുകളെയാ ചെയ്തതെന്ന് പറയുമ്പം ശരിയാണോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. എന്തായാലും ചെയ്ത് പിന്നീട് നമുക്ക് കാണാൻ പോകുന്ന കാര്യമായി. എന്തായാലും ശരി, അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതിവിശേഷം അതുണ്ടാകുന്നത് രാജ്യതന്ത്രജ്ഞതയുടെ ബാലൻസുകൾ അനുസരിച്ചാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ദാവീദിൻ്റെ ഘട്ടങ്ങളിലും സോളമൻ്റെ ഘട്ടങ്ങളിലും രാജ്യതന്ത്രജ്ഞത അതിൻ്റെ അത്യുച്ച കോടിയിൽ നിന്നിരുന്നത് കൊണ്ട് രാജ്യ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു വന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് റഹോബോവാമിൻ്റെ ഔദ്ധത്യം വന്നു കഴിഞ്ഞപ്പം രാജ്യം രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞപ്പോൾ പകുതിയായി. അപ്പോൾ തന്നെ ശക്തി ക്ഷയിച്ചു. അപ്പോൾ ഇസ്രായേലായി, യൂദയായി. അങ്ങനെ മുമ്പ് ഇസ്രായേലിനെ കീഴടക്കാൻ എളുപ്പമുണ്ടെന്ന് സിറിയ വിചാരിച്ചു. അപ്പോൾ അടങ്ങിക്കിടന്ന് സിറിയ പെട്ടെന്ന് തല ഉയർത്തി 32 നാടുമാരികളുടെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യവും വന്ന് ബെൻഹദാദ് സമറിയായെ വളഞ്ഞു. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? അത് സമറിയായുടെ മേൽക്കോയ്മ സ്വീകരിക്കാൻ, ആഹാബാണ് രാജാവ്, മേൽക്കോയ്മ സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ അവിടെയുള്ള എല്ലാം വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. എന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം ഉണ്ട്, എല്ലാ സ്വർണവും എല്ലാം ദേവാലുള്ള അതോട് ബന്ധപ്പെട്ടതെല്ലാം കൊടുക്കാനായിട്ട് തയ്യാറാണ്, മൊത്തം കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഒന്ന് പ്രവാചകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക, അപ്പം നിങ്ങൾ വിജയം വരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വീകരിക്കേണ്ട യുദ്ധതന്ത്രജ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പ്രവാചകനോട്, ഞാനാണ് ദൈവമായ കർത്താവ്, ഞാനാണ് വിജയം നൽകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിജയം പ്രാപിക്കുക എന്ന് പറഞ്ഞതിന് കുറേയൊക്കെ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട്, അപ്പോൾ ഔദ്ധത്യത്തോടുകൂടി കടന്നു വന്ന സിറിയൻ പട്ടാളം അവർ കുടിച്ച ഉന്മത്തരായി നിന്ന സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ പട്ടാളം കടന്നു ചെന്നവരെ ആക്രമിക്കുകയും പരാജയപ്പെട്ട് അവർ ഓടുകയും ചെയ്തതായിട്ട്. അങ്ങ് ആദ്യത്തെ വർഷം. പിന്നെ അടുത്ത വർഷം വീണ്ടും യുദ്ധത്തിന് കടന്നു വന്നു. ആ രണ്ടാമത്തെ യുദ്ധത്തിലും ഇസ്രായേൽ ജയിക്കുന്നതാണ് കാണുന്നത്. അപ്പം അന്ന് ആദ്യം അവർ പറഞ്ഞതാണ്, ഇവർ വിജയിക്കാൻ കാരണം ഇവരുടെ ദേവന്മാർ ഗിരിദേവന്മാരാണ്. കാരണം ഇസ്രായേൽ ജനം താമസിച്ചതൊക്കെ മലമുകളിലില്ല, അപ്പോൾ ഗിരിദേവന്മാരാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇസ്രായേലിൻ്റെ ദൈവം മലയിൽ മാത്രം താമസിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവം എല്ലായിടത്തും ഉള്ള ആളാണ്, സാർവത്രികമായ ആ ശക്തി വിശേഷമാണ്. അതുകൊണ്ട് അത് ഇസ്രായേലിൻ്റെ ദൈവം ഒരു മലമുകളിൽ മാത്രം ഇരിക്കുന്ന ദൈവമൊന്നുമല്ല, അത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. കർത്താവ് സമതലത്തിലും കർത്താവിൻ്റെ ശക്തി പ്രകടമാണ്. അതുകൊണ്ട് എന്നാ സംഭവിച്ച് അടുത്ത യുദ്ധത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ അത് പരാജയപ്പെടുത്താനിടയായി. അതായത് ഇപ്പോൾ ബെൻഹദാദ് തലകുത്തി വീഴുകയും അദ്ദേഹം വലിയ ദൂതനെ അയച്ച് കേണപേക്ഷിക്കുകയും ചെന്നൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ ചാക്കൊടുത്ത് തലയിൽ കയറ് ചുറ്റി എന്ന് പറഞ്ഞാൽ ദാസവേഷമാണ്. കയറ് തലയിൽ ചുറ്റുന്ന എന്തിനാ? പുറകിലുള്ള ഭാരം അത് ചുമക്കാൻ എളുപ്പം കിട്ടാൻ വേണ്ടി. ആ പ്രതീകം അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം പരാജയം സമ്മതിച്ചുകൊണ്ട് അവർ ആ ഇസ്രായേൽ രാജാവ് ആഹാബ് പിന്നീട് ശാപമേറ്റ് വാങ്ങുന്നുണ്ട്. കാരണം അദ്ദേഹം അവിശ്വസ്തത കാണിച്ചു, വിശ്വസ്തമായി പൂർണ്ണമായിട്ട് എത്തിയില്ല. അപ്പോൾ അവൻ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബെൻഹദാദിനെ അവിടെ മാപ്പ് നൽകാനായിട്ടിടയായി ആഹാബ് രാജാവ്. അപ്പോൾ അതോടെ സംഭവിച്ച ഇസ്രായേലിന് നേട്ടമായിരുന്നു. ഇസ്രായേലിന് കുറേ പിടിക്കപ്പെട്ട് കൊണ്ടുപോയ ആ നഗരങ്ങളൊക്കെ തിരിച്ചു കിട്ടുക മാത്രമല്ല, ഡെമാസ്കസ് എന്ന് പറയുന്ന വൻ നഗരത്തിലേക്കുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനിടയായി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണ് ആദ്യത്തെ ഇപ്പോൾ നിങ്ങൾ വായിക്കാൻ പോകുന്ന ഈ ഭാഗത്തൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവിടെ ഒരു അവിശ്വസ്തതയുടെ കരുതലുകൾ വീണിട്ടുണ്ട്. അതായത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അഹങ്കാരം, ഞാൻ എൻ്റെ കേമം കൊണ്ടാണ് വിജയിച്ചത്, അതുകൊണ്ടാണ് അത് ആരും നോക്കാതെ മറ്റവർ പറഞ്ഞ ഇയാൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് തല ഉലുക്കിക്കൊണ്ട് പെട്ടെന്നൊക്കെ അയാളോട് സഹോദരനാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാനായിട്ട് ഇടയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രവാചകൻ്റെ വ്യാഖ്യാനം ദൈവഹിതത്തിന് എതിരായിരുന്നു എന്നുള്ളതാണ്. അതായത് പണ്ട് നാത്താൻ പ്രവാചകന് ദാവീദ് രാജാവിൻ്റെ അടുത്ത് വന്ന് അങ്ങ് ഉപദേശം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പ്രവാചകൻ, ഇത് പേര് പറഞ്ഞിട്ടില്ല, ആ പ്രവാചകൻ വന്ന് ആ അവിശ്വസ്തതയ്ക്ക് ഫലമായിട്ട് തൻ്റെ രാജകുടുംബം തകർക്കപ്പെടും എന്നുള്ള പ്രവചനം ഉണ്ടാകാനായിട്ട് ഇടയായി. അതിന് കാരണം വേറെ നമുക്കറിയാം. യെസബേൽ രാജ്ഞിയുടെ ജീവിത രീതിയൊക്കെയാണ്.
അവസാനം നിൻ്റെ രാജകുടുംബം മുഴുവൻ ജെസ്ബേൽ രാജ്ഞിയാണെങ്കിൽ നിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുമെന്ന് വരെ പ്രവാചകൻ പറയാനായിട്ട് ഇടയായതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പം എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ അവർ പാലിച്ചില്ല. അഹങ്കാരം അവരെ 2 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞപ്പം അവർ തങ്ങളുടെ ശക്തിയാണെന്നുള്ള വിചാരിച്ച് ആ രീതിയിൽ അങ്ങോട്ട് പോകാനിടയായി. നമ്മൾ എന്താ ഇതിൽ പഠിക്കേണ്ട പാഠം? വിജയം നൽകുന്നത് കർത്താവാണ്. നമ്മൾ പഠിക്കേണ്ട നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ശരി, വിജയം നൽകുന്ന കർത്താവ്. നമ്മൾ പല കാര്യങ്ങളും വിജയിക്കുന്നുണ്ട്. വിജയം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ നമ്മൾ, പരാജയവും. അപ്പോൾ വിജയം നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾ അന്നേരം തമ്പുരാനെ മറക്കും. പരാജിതനായി വിഷമത്തിൽ കഴിയുമ്പം ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെയല്ലേ പലപ്പോഴും? പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത് നല്ല ഉയർന്ന മാർക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും മറ്റുള്ളവരേക്കാൾ മുൻപന്തിയിലെത്തി എല്ലാവരും അഭിനന്ദിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവാണെന്ന് വിചാരിച്ച് നിമിഷം കൊണ്ട് നമ്മൾ തകരാൻ തുടങ്ങും, അതപ്പതിക്കാൻ തുടങ്ങും. അതേസമയത്ത് അന്നേരം വിട്ട് ദൈവത്തെ തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവമേ നന്ദി എന്ന് പറയുന്ന മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വീണ്ടും പച്ചയായിട്ട് തന്നെ മുൻപോട്ട് പോകും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ അത് യുദ്ധത്തിലാണെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞ യുദ്ധത്തിലാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ യുദ്ധത്തിലാണ്. ഓരോ തലത്തിലും ഓരോ വിധത്തിലും ഓരോ തരത്തിലും വ്യക്തികളും സമൂഹവും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ സമൂഹങ്ങളുടെ പുറകോട്ടടിക്കുന്നതിന് മുമ്പുള്ള കാര്യം എന്താണ്? സമൂഹം പുറകോട്ടടിക്കുന്നത് ആത്മധൈര്യം നഷ്ടപ്പെടുന്നതുകൊണ്ട്, ദുർബലമായി പോകുന്നതുകൊണ്ട്. ദുർബലമായി പോകാൻ ഒരുപാട് കാരണങ്ങൾ കാണും. അതേസമയത്ത് ശക്തി ആർജിക്കുന്നപ്പോഴാണ് ശക്തമായ നേതൃത്വം ഉണ്ടാകുമ്പോൾ രാജ്യം ശക്തി ആർജിക്കും. ശക്തമായ നേതൃത്വം മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമ്പോഴത്തേക്കും ആ രാജ്യം വികാസം പ്രാപിക്കും. ഇത് ഒരു യഥാർത്ഥ സത്യമാണ്. അതിൽ നേതൃത്വത്തിന് ഇങ്ങനെ അനശ്വരമായ ദൈവത്തിലുള്ള വിശ്വാസവും അതിൻ്റെ ധാർമ്മികതയും ഉണ്ടെങ്കിൽ, ദൈവവിശ്വാസത്തിന് മാത്രമേ ധാർമ്മികത നിലനിർത്താൻ പറ്റുകയുള്ളൂ. ധാർമ്മികത ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമുണ്ടാകും. അതിൻ്റെ ഭരണകർത്താവിന് വിജയം വരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ തന്നെയായിരിക്കും. അത്ഭുതകരമായ വീടും ഉണ്ടാകും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭാഗത്ത് പഠിക്കേണ്ട പാഠം അതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും അത് തന്നെയാണ്. നമുക്ക് ഒരുപാട് നമ്മുടേതായ രീതിയിലുള്ള വിജയങ്ങളും നമ്മുടെ പരാജയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഏതെങ്കിലും കാലത്ത് വ്യാപാരം നമുക്ക് ഒരു ലാഭം കിട്ടി, വൻ ലാഭം കിട്ടി, നേട്ടമുണ്ടായെന്ന് കഴിയുമ്പോഴത്തേക്ക് അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ മക്കളാരെങ്കിലും പുറത്ത് പോയി വലിയൊരു ശമ്പളം കിട്ടി നമ്മൾ കാശും കൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഔദ്ധത്യത്തോടു കൂടി ഉയർന്ന വിലയുള്ള കാറൊക്കെ വാങ്ങി നമ്മുടെ ഓർക്കിട്ടിക്ക് കിട്ടുമ്പോൾ ഞെളിഞ്ഞ് നടന്നാൽ ഒരു നിമിഷം മതി ആ മകൻ്റെ ആ ജോലി അങ്ങ് പോകാൻ. കേട്ടില്ലേ ഈ അടുത്തിടെ നമ്മുടെ രാജ്യത്ത് 700 IT ഉദ്യോഗസ്ഥന്മാരുടെ പണി പോയി. ആലോചിച്ച് നോക്കി എന്ത് സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ രാജ്യം തന്നെയാണ് 700 IT ഉദ്യോഗസ്ഥന്മാർ. കാരണം അവരെ പിറ്റേന്ന് ചെന്നപ്പോൾ കമ്പനി പൂട്ടിപ്പോയി. ഒരു മുന്നറിയിപ്പുമില്ല. വലിയ ശമ്പളം വാങ്ങിച്ചിരുന്നവരാണ്. അപ്പോൾ കമ്പനി അങ്ങ് പൂട്ടിക്കഴിഞ്ഞ പിന്നെ എങ്ങോട്ടാണ് തിരിയുന്നത്? ഇതുപോലുള്ള അവസ്ഥകൾ തുടർച്ചയായിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കാനായിട്ട് ഇടയാവുക. അപ്പോൾ അതുകൊണ്ട് ആ ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ട് നമ്മൾ വലിയ ഉയർന്ന രീതിയിൽ നമ്മൾ മഹാന്മാരെന്ന നിലയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി മനോഹരമായ വീടുമൊക്കെ പണിത് വലിയ കാറും നമ്മുടെ പോർട്ടിക്കോയിലിട്ട് മറ്റെല്ലാ സൗകര്യങ്ങളോടുകൂടി എന്തെല്ലാം വേണോ അതെല്ലാം അത്തരത്തിലൊക്കെ നമ്മൾ ജീവിക്കുകയും മക്കളെ വളർത്തുകയും നിലം തൊടാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇടിപിടിയെന്നിങ്ങൊരു തിരിച്ചടി ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്. ആ വിജയം നൽകിയത് കർത്താവാണെങ്കിൽ ഇവിടെ പരാജയം വരുത്തിയതും കർത്താവ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അഹന്തയ്ക്ക് നൽകിയ തിരിച്ചടിയാണ്. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ആളിന് ഒരിക്കലും ആത്മഹത്യാഭ്രമം ഉണ്ടാകില്ല, നിരാശയുണ്ടാവില്ല. ആലോചിച്ച് നോക്കിയ 1.25 ലക്ഷം രൂപ ഒരു ദിവസം വാടക കൊടുക്കുന്ന വലിയ കാസിലാണ് നമ്മുടെ ഒരു മഹാൻ ജീവിച്ചിരുന്നത് ഗൾഫിലെ. 1.25 ലക്ഷം. അത് സ്വന്തം കൊട്ടാരം ഉണ്ടായിട്ടല്ല. എന്ത് വല്ല വിലപ്പിടിപ്പുള്ള കാറുകൾ 440 അതിനേക്കാൾ ഉപരിയായിട്ട് ഹെലികോപ്റ്ററും ഒക്കെ സ്വന്തമായിട്ടുണ്ടാകുന്ന ആളാണ്. എന്നതാ സംഭവിച്ച ആ മനുഷ്യന്? എന്താണ് നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര വലിയ ഭയങ്കര കോടീശ്വരൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ അദ്ദേഹം തന്നെ പോയി മുറിക്കകത്ത് കയറി തൻ്റെ നെഞ്ചിന് നേരെ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തില്ലേ? എവിടെ പോയാൽ എനിക്കിനെ അഹങ്കാരം പോയി നിൽക്കുന്നത് കണ്ടോ? എത്രയെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വളർന്ന് സമ്പന്നനായി കഴിയുമ്പോൾ നമ്മളൊന്നും നിലം തൊടാതെ എന്തോ ഈ പ്രപഞ്ചത്തിനുള്ള രാജാവാണെന്നുള്ള മട്ടിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ എപ്പം വീഴും എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട, തകർന്ന് താഴെ പോകും.
അത് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ കെടുതികൾ കാണുമ്പോഴും സിറിയയുടെ പരാജയം കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മോട് പറയാൻ പോകുന്നതാണ്, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അതൊരു യുദ്ധം തന്നെയാണ്, അതൊരു ധാർമ്മിക യുദ്ധമാണ്. അവിടെ നീ നന്മയുടെ കൂടെ നിന്നാൽ, നീ സത്യത്തിൻ്റെ കൂടെ നിന്നാൽ നീ വിജയം വരിക്കും. ആ വിജയം വരിക്കുന്നതിന് പകരം നീ കിട്ടിയ ഒരു നേട്ടത്തിന് ഉള്ളിൽ നിൻ്റെ തന്നെ സ്വാർത്ഥതയുടെ പരിണതഫലമായി സുഖലോലുപനായി ഇവിടെ പറഞ്ഞിരിക്കുന്ന മദ്യപിച്ച് ഉന്മത്തനായി എല്ലാം മറന്നിട്ട് മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതെ പോയാൽ എപ്പം നീ തകരുന്നു എന്നതിന് ഒരു സംശയവും വേണ്ട. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് സമൂഹത്തിൽ തന്നെയാണെങ്കിലും നല്ല ധാർമ്മികതയുള്ള നേതാക്കൾ ഉയർന്നു വരാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നല്ല ധാർമ്മിക നേതൃത്വത്തിന് മാത്രമേ ശക്തമായി ലീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ തിന്മയ്ക്കെതിരെ അടരാടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ കണ്ണടച്ചു വിടും. അപ്പോൾ എന്ത് ചെയ്യും? വലിയ മാഫിയകൾ, വലിയ തിന്മയുടെ ശക്തികൾ സമൂഹത്തെ കഠിനമായിട്ട് സ്വാധീനിക്കും. ഈ ലഹരി മാഫിയകൾ, അതുപോലെ മറ്റ് തരത്തിലുള്ള നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ എന്തെല്ലാം തരത്തിലാണ് ലൈംഗികതയെ ചൂഷണം ചെയ്യുന്നത്. ഇങ്ങനെ വമ്പൻ മാഫിയകൾ കീഴടക്കി കഴിഞ്ഞാൽ സമൂഹത്തിലെ അന്തരീക്ഷങ്ങൾ മാറി പ്രകാശം പോയി ഇരുട്ടായി ജീവിതം മുഴുവൻ ഭയത്തിലും ഉത്കണ്ഠയിലുമായിത്തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിലും ഇങ്ങനെ ആ നേരായ വഴിയിലൂടെ സത്യത്തിനുള്ളിൽ പോകുന്നതിനുള്ള ധാർമ്മികമായ ശക്തി അത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, മറ്റൊരിടത്തു നിന്നും കിട്ടുകയില്ല. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ രാജാവ് ആഹാബ് രാജാവിൻ്റെ അധഃപതനമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 1-29 വരെ അവിടെ ഒരു വ്യക്തിയെ നാം കാണുന്നത്, നാബോത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. നാബോത്ത് എന്ന് പറയുന്ന വ്യക്തി രാജകൊട്ടാരത്തിന് തൊട്ട് അടുത്ത താമസിച്ചിരുന്ന നാബോത്തിന് പിതൃസ്വത്ത് ഉണ്ടായിരുന്നു. ആ പിതൃസ്വത്ത് എന്ന് പറയുന്നത് ഒരു മുന്തിരിത്തോപ്പാണ്. യഹൂദനെ സംബന്ധിച്ച് പിതൃസ്വത്ത് എന്ന് പറയുന്നത് ദൈവനിശ്ചിതമായ ഒരു പ്രദേശമാണ്. അത് ഒരുപാട് നിയമങ്ങൾ അവർക്കുണ്ട്. അത് വിൽക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അധീനപ്പെട്ടു പോയാൽ ആ ജൂബിലി വർഷത്തിൽ തിരിച്ചു കൊടുക്കണമെന്ന് നിയമമുണ്ട്. കാരണം ആ പിതൃസ്വത്ത് അവിടെയാണ് പിതാക്കന്മാരോടുകൂടി ഇവർ ലയിച്ച് ചേരുന്നത്. പിതാക്കന്മാർ അടക്കം ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കൈമാറപ്പെടാൻ പാടില്ല. യഹൂദനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് പിതൃസ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിന് തൊട്ടടുത്തുള്ള ഈ പിതൃസ്വത്ത് ആകർഷകമായിരുന്നു. നല്ല ഒന്നാം തരം മുന്തിരിത്തോപ്പ്. ആഹാബിന് മോഹം തോന്നി അതിങ്ങോട്ട് കിട്ടണം എന്നൊരു താല്പര്യം. രാജകൊട്ടാരത്തിന് അടുത്തല്ലേ, താല്പര്യം തോന്നി. ഇപ്പം അയാൾ ഈ കാര്യം ചെന്ന് പറഞ്ഞു, നാബോത്തിനോട് ചെന്ന് പറഞ്ഞു, നിൻ്റെ ഈ പറയുന്ന ഇതിൻ്റെ കായിൽ വിലപിടിപ്പുള്ള നല്ല സ്ഥലം ഞാൻ വേറെ തരാം, ഇതെനിക്ക് തരണമെന്ന് പറയും. അപ്പോൾ അത് വിലയല്ല അതിൻ്റെ മൂല്യം. ഉടനെ നാബോത്ത് പറഞ്ഞു, അയ്യോ ഇത് തരാൻ പറ്റില്ല, കാരണം അത് ഇങ്ങനെയാണ് ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ നിയമം ഇങ്ങനെയാണ്, ഇത് പിതൃസ്വത്താണ്, അത് ഞങ്ങൾക്ക് അമൂല്യമായ നിധിയാണ്, തലമുറകൾക്ക് വേണ്ടി അവശേഷിപ്പിക്കേണ്ടതാണ്, വിൽക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സുകൊണ്ട് സമ്മതിച്ചതാണ്. പക്ഷേ അദ്ദേഹം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇയാൾ ദുഃഖിതനായിട്ടിരിക്കുന്നതാണ്. അപ്പം ജെസബേൽ രാജ്ഞി ചോദിച്ചത്, എന്താ ഇങ്ങനെ ഇത്ര വലിയ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആ മുന്തിരിത്തോപ്പ് കിട്ടിയാൽക്കൊള്ളാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അത് തരികയാണ് അദ്ദേഹം പറഞ്ഞു. അവളെന്ത് ചെയ്തു? പരിഹസിച്ചു രാജാവിനെയും. ഇദ്ദേഹം ഇസ്രായേലിൻ്റെ രാജാവാണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ രാജാവാണോ? ഇങ്ങനെയൊക്കെ പറ്റിയാലും ഞാൻ ചെയ്തു തരാം. എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാ മൂപ്പന്മാരെയും എൽഡേഴ്സിനെയും ന്യായാധിപന്മാരെയും ഒക്കെ, അതായത് രാജ്യം മുദ്ര പതിപ്പിച്ച കത്ത് കൊടുത്തു വിട്ടുകൊണ്ട് വിളിച്ചു വരുത്തി. അതിനുമുമ്പ് തന്നെ കള്ളസാക്ഷികളെ ഒക്കെ റെഡിയാക്കി നിർത്തി. ഒരു വലിയ ട്രിബ്യൂണൽ അറേഞ്ച് ചെയ്തു. ട്രിബ്യൂണൽ അറേഞ്ച് ചെയ്തിട്ട് എന്നാ ചെയ്ത്, ആ ട്രിബ്യൂണലിലൂടെ ഈ ആളിൻ്റെ പേര് രാജ്യദ്രോഹം ചുമത്തി. നോക്കണേ, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താൻ കേട്ടോ. ഒന്നാമത്തെ ഉദാഹരണമാണ് സ്റ്റാൻ സ്വാമി. അത് എന്തായാലും ഒന്നാമതരം ജസ്യൂട്ട് വൈദികൻ, ആധ്യാത്മികതയുടെ പക്ഷേ അവിടെ നടന്നിരുന്നത് എന്താണ്? ഈ ആദിവാസികളെയും അതുപോലെ തീരെ നിവൃത്തിയില്ലാത്തവരെയും ഒക്കെ അവിടെ സ്ഥലങ്ങളൊക്കെ വമ്പൻ മാഫിയകൾ അവർ ഖനനത്തിന് വേണ്ടി തിരിച്ച് എടുക്കുകയും ഇവർക്ക് പണിക്കൂലി പോലും കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ ഉണർത്താനായിട്ട് ശ്രമിച്ചു. ഇതേ ഉള്ളൂ സ്റ്റാൻ സ്വാമി ചെയ്തത്. അതുകൊണ്ട് അവരെ സംഘടിപ്പിച്ചതിൻ്റെ സമരം ചെയ്തു. അപ്പോൾ അവരെ അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് ഉത്തരം ചുമത്തി, രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയത്. മാവോയിസ്റ്റാണെന്ന് കുറ്റം ചുമത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് അദ്ദേഹത്തിന് അല്ലാത്ത മാറ്റർ തിരികെ കയറ്റിയിട്ട് തെളിവുണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് നടന്ന കാര്യമില്ല നമ്മുടെ രാജ്യത്ത്.
മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഈ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം അവിടെ അടിമത്തത്തിന് അവർ സ്വതന്ത്രരാകും. അടിമത്തം സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഇവർക്കത് ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ വേറെ മതപരിവർത്തനം ഒന്നുമല്ല പ്രശ്നം ഇത് തന്നെയാണ്. അതായത് അവിടെ വലിയ ഭയങ്കരമായിട്ടുള്ള ജന്മിത്വത്തിൻ്റെ കൊടികുത്തിയ വാഴ്ചയ്ക്ക് എതിരായി സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ അവർ ഇളക്കമുണ്ടാകുന്നു. സുവിശേഷം തകർത്ത് കളയും മനുഷ്യൻ്റെ ഇതുപോലുള്ള തിന്മകളെയും. സുവിശേഷത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. ആ സുവിശേഷം ഈ ഉള്ളിലേക്ക് ജനത്തിൻ്റെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആവേശം കൊള്ളും. അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ബോധ്യമുണ്ടാകും. അവർക്ക് അഭിമാനബോധമുണ്ടാകും. അവരുടെ അടിമകളായിട്ട് കിടക്കേണ്ടവരെല്ലാം തോന്നി കഴിയുമ്പോഴേക്കും ഈ ജന്മികൾക്കൊക്കെ ആകെപ്പാടെ വലിയ ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാകും. അതാണ് വാസ്തവത്തിൽ ഇപ്പോൾ വടക്കേ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം വളർന്നത് ഇങ്ങനെ തന്നെയാണ്, സുവിശേഷത്തിലൂടെയാണ്. സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിലൂടെ അദ്ദേഹം മാവോയിസ്റ്റാണെന്ന് വരുത്തി തീർന്നതിന് ശേഷം അദ്ദേഹം രാജ്യദ്രോഹം കുറ്റം ചോദിച്ച് അറസ്റ്റ് ചെയ്ത് മാത്രമല്ല ജയിലിലിട്ട് പീഡിപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ. അദ്ദേഹത്തിന് പാർക്കിൻസൺസ് ഉണ്ടായിട്ട് ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആ ഗ്ലാസ്സിനകത്ത് ഇരുന്ന അതുപോലും ആ കൊടുക്കാതെ അദ്ദേഹത്തെ വിഷമിപ്പിച്ച് അദ്ദേഹം ജയിലിൽ മരിക്കുക ചെയ്ത്. ഈ വിധന്മാർക്ക് വിചാരിക്കുന്നു അതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഉണ്ടാകില്ല എന്ന്. സംശയമൊന്നുമില്ല. ഗ്രഹാം സ്റ്റൈനെയും മക്കളെയും ചുട്ടുകൊന്നപ്പം വിചാരിച്ചിരുന്നോ ഇത് തിരിച്ചടി ഉണ്ടാവില്ല എന്ന്? അവിടെയെല്ലാം സഭ അതിശക്തമായിട്ട് വളരുകയാണ്. ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇവളെന്ത് ചെയ്തു? അവളെ തിന്മ ഈ പറയുന്ന മനുഷ്യനെ ആരോപിച്ചിട്ട് രാജ്യദ്രോഹം കുറ്റം ചുമത്തി കള്ളസാക്ഷിയെ കൊണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞിട്ട് അദ്ദേഹത്തെ വധിക്കാനായിട്ട് വിധിച്ചു രാജ്ഞി. ഇതാണ് നടന്ന സംഭവം. അത് വധിക്കപ്പെട്ടു. തൻ്റെ പുത്രന്മാർ വധിക്കപ്പെട്ടു. അതിന് അവകാശികളുണ്ടാകാൻ പാടില്ല. പുത്രന്മാർ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആരുമില്ലല്ലോ. അത് ഇങ്ങനെ മുന്തിരിത്തോപ്പ് സ്വന്തമാക്കി. അപ്പോൾ ആ പ്രവാചകൻ കിടന്നെന്ന് പറയുന്നത് നിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുന്ന ദിവസം വരുമെന്ന് പറയാനിടയായത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഭാവിയിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. അന്നാണ് യേഹു എന്ന് പറഞ്ഞ രാജാവ് കടന്നു ചെല്ലുകയും പെട്ടെന്ന് ഇവൾ 4-ാം നിലയിൽ നിൽക്കുന്നവളെ വലിച്ച് തോരോട്ടെറിയാൻ പറഞ്ഞിട്ട് അടുത്തുനിന്ന ആളിനോട് ഭയപ്പെട്ടത് കൊണ്ട് അവളെ എടുത്ത് വലിച്ച് ദൂരോട്ടെറിയും. അവൾ തകർന്ന് താഴെ വീണ് തല പൊട്ടി രക്തം ഒഴുകി. ഒരു മനുഷ്യനും മൃതസംസ്കാരം നടത്താതെ പട്ടി നായ്ക്കൾ ചെന്ന് നക്കിക്കുടിക്കുകയും സംഭവം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അതായത് രാജാക്കന്മാർ 21-ാം അധ്യായം 1 തൊട്ട് 29 വാക്യങ്ങൾ. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ജസ്രയേൽ കൊട്ടാരത്തോട് ചേർന്ന് ഉണ്ടായിരുന്നത് അതാ നീതിപീഠം മലിനമാക്കി. ഭരണാധിപൻ്റെ അത്യാഗ്രഹം സത്യത്തെ വളച്ചൊടിച്ച് അതുകൊണ്ട് മോഷണവും കൊലപാതകവും ന്യായാധിപന്മാരെ അന്യായം നീതിയുടെ കഴുത്തറുത്തു. ഇതാണ് നടന്ന കാര്യം. ഇപ്പം നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? കുറേയൊക്കെ നടക്കുന്നില്ലേ? നീതിയുടെ കഴുത്തറുത്തും സത്യം വീണ് പിടഞ്ഞും മുന്തിരിത്തോട്ടത്തിൽ നിഷ്കളങ്ക രക്തം. അപ്പോൾ ജനം നിശബ്ദത പാലിച്ചു. അപ്പോൾ അവിടെയാണ് ഏലിയായുടെ വിധിവാചകം. ജനം നിശബ്ദത പാലിച്ചു. അതിലെ നമ്മുടെ സമൂഹത്തിൽ നന്മ വളരാതിരിക്കാനുള്ള ഏറ്റവും കാരണം ജനത്തിൻ്റെ നിസ്സംഗതയാണ്. തിരിച്ചു പറയാനോ തിരിച്ചടിക്കാനോ പ്രതികരിക്കാനോ നിവൃത്തിയില്ലാതെ ഭയം കൊണ്ട് നിശബ്ദത പാലിക്കുന്ന ജനമാണ് വാസ്തവത്തിൽ നന്മയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. അപ്പോൾ സമറിയയിലെ കൊട്ടാരത്തിലും കാർമൽ മലയിലും ആഹാബിൻ്റെ മുമ്പിൽ ഏലിയ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെ പ്രത്യക്ഷപ്പെട്ടു തന്നെ അത് ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം പേടിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് അയ്യോ നീ എൻ്റെ ശത്രുവായി നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഭയങ്കരമായ ഭയത്തിൽ ആഹാബ് നിൽക്കുന്ന കാര്യം നമുക്കറിയാം. എന്നാലും ശരി അതിഭയങ്കരമായ രീതിയിൽ തിന്മയുടെ ആധിപത്യത്തിനെതിരെ പ്രവാചകൻ സ്വരം ഉയർന്നത് ശക്തിയാണ്. നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മുടെ സമൂഹം ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? അധർമ്മം കൊടികുത്തി വാഴുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഭരണാധിപന്മാർ എന്ത് ചെയ്യുന്നു? നമ്മളെവിടെ പ്രതികരിക്കുന്നത്? എന്തോ അക്രമത്വവും അരാജകത്വവും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ നിരീക്ഷണ മരണത്തിൻ്റെ ഫലമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്തും നല്ല മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഭരിക്കുന്നവരിലൊക്കെ ധാർമ്മികതയുള്ളവരുണ്ടായിരുന്നിരിക്കണം. പക്ഷെ എന്തായാലും ശരി ഈ രാജ്യത്ത് സംഭവിക്കുന്ന എന്താണ്? ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ട് യുവതികൾ അവർ പരീക്ഷയ്ക്ക് പരിശീലനത്തിന് പോയതാണ്. അവിടുന്ന് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് രാവിലെ പഠിച്ച് ഉറക്കം മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അല്പം അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചത് പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് 5-8 പേര് വന്ന് കണ്ടിട്ട് ഇതുങ്ങളെ ഭയങ്കര മോശമായ ചേഷ്ടകൾ കാണിച്ചപ്പോഴത്തേക്കും അവർ പ്രതികരിച്ച ഉടനെ ഇമാർ പെട്ടെന്ന് ചാടി വീണ് ഒരു കുട്ടിയെ ഫോട്ടോ എടുത്തപ്പോൾ അവിടെ
ടെലഫോൺ വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ച് തകർത്തതിന് ശേഷം ഒരെണ്ണത്തിന് വലിച്ചഴിച്ച് കൊണ്ടുപോയി ചവിട്ടി നടന്ന കാര്യമല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ കുറേ പേർ ഇപ്പോൾ 2-3 പേരൊക്കെ പിടിച്ച് ജയിലാക്കിയിട്ടുണ്ട്. 10 പേരടങ്ങുന്ന സംഘമാണ്. ഇതിങ്ങനെ നമ്മുടെ രാജ്യത്ത് നടക്കാൻ ഇന്ന് അന്തരീക്ഷം ആര് സൃഷ്ടിച്ചതാണ്? ഭയമില്ലാത്തൊരു അന്തരീക്ഷം ആര് സൃഷ്ടിച്ചതാണ്? നമുക്ക് ആത്മശോധന ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൊച്ചി കലൂരിൽ ഇത് നടന്നത് കൊച്ചിയിലെ കലൂരിലാണ്. മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല എന്തൊരു ചിന്ത. എന്നിട്ട് പോലീസ് എന്താ പറഞ്ഞേ, പുലർകാലം എന്തിനാ പെൺകുട്ടി പുറത്തോട്ട് പോയണം. ഇതാണ് നമ്മുടെ പോലീസ്. അവർ ചെയ്ത അതികലമായ കൊലപാതകത്തെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കേണ്ടതിന് പകരം ചോദിച്ചത് എന്തിനാ പെൺകുട്ടികൾ നേരത്തെ തൊട്ടടുത്തേക്ക് അവർ 4:30 ഉറക്കം പോരാതിരിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ പോയതാണ്. അതിനെയാണ് കുറ്റപ്പെടുത്തിയ പോലീസ്. നമ്മുടെ പോലീസിൻ്റെ അവസ്ഥയും ധാർമ്മികത എവിടെ പോയി നിൽക്കുന്നു? അതുകൊണ്ട് വേറെ പണ്ടില്ലേ, ഈ ഒരു യുവാവും യുവതിയും കൂടെ മദ്യപിച്ചിട്ട് അതിന് നടുലോറി കിടന്ന് ബഹളം വെക്കുന്നത് നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഇതെല്ലാം ഒരു ഗുണമുണ്ട് കേട്ടോ. നടക്കുന്ന കാര്യങ്ങൾ അതേപടി ഇപ്പം നമ്മൾ കാണുന്നു. നമ്മുടെ രാജ്യത്തായി നടക്കാൻ നോക്കാം. യുവതിയും യുവാവും കൂടെ മദ്യലഹരിയിൽ നടു റോഡിൽ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഒരു ലേഡി തന്നെ വണ്ടി ഓടിച്ച് വന്നിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച് വന്നിട്ട് അവളെന്ന് പറഞ്ഞാൽ അപകടം വന്നിട്ട് അവൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അത് അതിന് ഇരയായിരിക്കും അവനെ തല്ലാനിരിക്കുന്നത് കണ്ടില്ലേ. ആൾ കടത്തി ചെല്ലുമ്പോൾ അവരെയൊക്കെ തല്ലാനിരിക്കും. അവസാനം പിടിച്ച് കെട്ടി കൊണ്ടുപോയി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അതുതന്നെ ഗുണ്ടാപ്പിരിവ് കൊടുക്കാഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തിരുവല്ലായിലെ സ്പായിൽ ജീവനക്കാരെ ബലാത്സംഗം ചെയ്ത കേസ് ഈ ഫെബ്രുവരിയിൽ ഉണ്ടായി. നമ്മുടെ നാടിൻ്റെ ധാർമ്മികത എന്ന നാം മനസ്സിലാക്കേണ്ടതാണ്. നവംബറിൽ മദ്യപൻ യുവതിയെ തീവണ്ടിയിൽ നിന്ന് തള്ളിത്താഴെയിട്ട് അത് വർക്കലേക്ക് അടുത്ത് വെച്ച് നടന്ന കാര്യമാണ്. ഈ കേസുകൾ 1-2 നടക്കുന്നത്. നമുക്ക് ഭയപ്പെട്ടല്ലേ ഈ നാട്ടിലൂടെ നടക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ഭരണാധികാരിമാർക്ക് ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കണം. നല്ല തൻ്റെടമുള്ള അധികാരി തലപ്പത്തുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ അമർച്ച ചെയ്യപ്പെടും. അവിടെ കണ്ണുവാട്ടം നടിച്ച ഈ മാഫിയകളെ ഭയപ്പെട്ട് നിൽക്കുന്ന അധികാരിയാണ് എങ്കിൽ ഇത് വീണ്ടും തുടരും. രാജ്യത്തെ അസമത്വം ഉണ്ടാകും, ദൈവം ഇടപെടുകയും ശിക്ഷയുണ്ടാവുകയും ചെയ്യും. ഒരു സംശയവുമില്ല. 6 വയസ്സുകാരിയെ കൊല്ലം ചെങ്കോട്ട പാലരുവി എക്സ്പ്രസിൻ്റെ രാത്രിയിൽ 6 വയസ്സുകാരി പെൺകുട്ടിയെ അവിടെ ആ കൊച്ചിനെ മിസ്യൂസ് ചെയ്ത സംഭവത്തിലൊരു അടുത്ത് നിന്ന് ലേഡി കണ്ടെത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊക്കെ എങ്ങനെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഇതെവിടെയാണ് നടന്ന കാര്യം? നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പം ഒരു ഗുണ്ടാത്തലവനെ നട് റോഡിലിട്ട് പട്ടാപ്പകരം ഈ കരുനാഗപ്പള്ളി തല്ലിക്കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ് നേരിട്ട്. ഇതാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട് കേമമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ പോരാ. നമ്മുടെ വീട്ടിൽ കേമമായിരിക്കും, നമ്മുടെ സമൂഹത്തിലും കേമമായിരിക്കും, അവിടെയൊക്കെ സമാധാനം. പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടാകേണ്ടതാണ്. അവിടെയാണ് ദൈവവചനം പ്രവർത്തനരതമാകേണ്ടത്. തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്താനുള്ള കരുത്തുണ്ടാക്കിയെടുക്കേണ്ടത് അവിടെയാണ്. അപ്പോൾ സൈഡ് കൊടുത്തില്ലെന്നും ഒരു വിവാഹ പാർട്ടിക്ക് സൈഡ് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ബസ് മുഴുവൻ തല്ലിപ്പൊട്ടിച്ച സംഭവം ഉണ്ടായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ. ഇതിനേക്കാൾ ഭയങ്കരമല്ലേ 1.5 വയസ്സ് ഒരു കൊച്ചിനെ, ആ കൊച്ചിൻ്റെ അമ്മയുടെ കാമുകൻ ആ കൊച്ചിനെ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ എത്ര കാലത്തെ പാലെടുത്ത് പീഡിപ്പിച്ചിട്ട് അതിനെ ശ്വാസം മുട്ടി കൊല്ലിക്കാൻ വിടുന്നിട്ട് ആ തള്ള കണ്ടിട്ട് അയ്യോ എൻ്റെ കൺമുമ്പ് വെച്ച് കൊല്ലണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയിട്ട് ഞാൻ ഇല്ലാത്തപ്പോഴും കൊന്നോളാൻ 2 ഭാഗത്തായില്ലേ. എവിടെ കിടക്കുന്നു മാനുഷികത? 1.5 വയസ്സിലെ ആ കുട്ടിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മാറുമോ? അത് അതിനെ ഉരുട്ടിയിട്ട് അതിൻ്റെ കൈയും കാലും ഒടിഞ്ഞ് അതിനെ ഇങ്ങനെ വച്ചിരിക്കുന്ന പടമല്ലേ പത്രത്തിലൊക്കെ വന്നത്. ഇതൊക്കെ എവിടെ നടന്നത്? തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ആണ് നടന്നത്, ദൂരെയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അർഷിത് എന്ന് പറഞ്ഞ ആ കുട്ടി, അതുതന്നെ ആ മനുഷ്യൻ്റെ പേരെന്നതാണ് അക്കർ എന്ന് പറയുന്ന ആൾ, അഖില എന്ന് പറയുന്ന അമ്മ. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവവചനമൊക്കെ നമ്മുടെ പുസ്തകത്തിലിരുന്നാൽ പോരാ. ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ വിവരണമൊക്കെ വായിക്കുമ്പോഴേയും ഇതൊക്കെ ധ്യാനിക്കുകയും ചെയ്യുമ്പം ഇതിമ കഥ അത് കായ്ച്ചു പോകുന്നത് പോലെ പോകാൻ പാടില്ല. അത് ദൈവവചനമായി തീരുന്നത് ഇന്ന് ആപ്ലിക്കബിൾ ആകുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളും മോശമല്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നല്ല മനുഷ്യൻ ഉണർന്നു വരികയും ഇങ്ങനെയുള്ള തിന്മകളെ അതിനെ എതിരാക്കാനുള്ള ശക്തി നമുക്കുണ്ടാകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഭൂമി എന്നേക്കുമാർ വിൽക്കരുതെന്ന് അവർക്ക് നിയമമുണ്ട്. ഈ നാബോത്ത് പറഞ്ഞ് ഭൂമി എങ്ങനത്തെ വിൽക്കരുത് ഞങ്ങൾക്ക് നിയമമുണ്ട്, അതുകൊണ്ട് വിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ജസബേൽ കടന്നു വന്നിട്ട്
അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? അവളുടെ ആ ധാർഷ്ട്യം കണ്ടില്ലേ? ഇസ്രായേൽ ഭരിക്കുന്ന ആ മനുഷ്യനല്പം ആ സന്മനസ് കാണിച്ചു. ഇതാ പറഞ്ഞ കാര്യങ്ങളെ ഉള്ളുകൊണ്ട് അംഗീകരിച്ചു. അയക്ക് വേണമെന്നുണ്ടെങ്കിലും ദുഃഖമുണ്ടായി. ദുഃഖിച്ചിരിക്കുന്ന ആളുടെ ഭാര്യ ചോദിക്കുക, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അധികാരം തനിക്കില്ലേ? ഉപയോഗിക്കാൻ പറ്റില്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവദ്രോഹവും രാജ്യദ്രോഹവും ആരോപിച്ചുകൊണ്ട് കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. അതിനുശേഷം ശിക്ഷാവധിയും. അപ്പോഴാണ് ഏലിയ കടന്നയിൽ പ്രവാചകൻ കടന്ന് എന്താ പറഞ്ഞേ? അപ്പോൾ കണ്ട ഉടനെ പേടിച്ചു. എൻ്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോന്ന് രാജാവ് ചോദിച്ചു. ഉടനെ കുറ്റപത്രം നിവർത്തി ഏലിയ പറഞ്ഞു, വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷാവധിയും ആഹാബിൻ്റെയും കുടുംബത്തിൻ്റെയും ഭൂമുഖത്തും തുടച്ചു മാറ്റും. മൃതശരീരം സംസ്കരിക്കാതെ വന്യമൃഗങ്ങളും ആകാശപ്പറവർക്ക് ഇരയായിത്തീരും എന്നുള്ള ശിക്ഷാവധിയാണ് ഇവിടെ ഉണ്ടായത്. വാസ്തവത്തിൽ ഇത് കേട്ടുകൊണ്ട് ആഹാബ് രാജാവ് പശ്ചാത്തപിച്ചു, മനസ്സാന്തരപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഇങ്ങനെ അതുപോലെ തകർക്കപ്പെട്ടില്ല. നേരെ മറിച്ച് ഭാര്യയ്ക്ക് ശിക്ഷ നേരിട്ട് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യം, ഇപ്പം നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഈ വികസനം എന്നൊക്കെ പറയുമ്പം വ്യവസായവൽക്കരണവും അല്ലെങ്കിൽ ടൂറിസം വികസനം ഇതൊക്കെ പറയുന്നത് പാവപ്പെട്ടവൻ്റെ ഭൂമി പിടിച്ചിട്ടാണ് നടത്തേണ്ടത്. പാവപ്പെട്ടവനെ വഴിയാധാരമാക്കിയിട്ടാണ് നടത്തേണ്ടത്. പാവപ്പെട്ടവൻ്റെ ഭൂമി എടുക്കാം, പക്ഷേ അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വേണം. അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറക്കി വിടാമെന്ന് വിചാരിച്ചാലോ, ഭൂമി നിൻ്റെ സ്വന്തമല്ലല്ലോ, ഭൂമി ദൈവത്തിൻ്റേതാണ്. അപ്പോൾ അവൻ്റെ അവകാശത്തെ അംഗീകരിച്ച് കൊടുക്കാൻ നമുക്ക്. അപ്പോൾ വ്യവസായവൽക്കരണം എന്നൊക്കെ പറയുമ്പം പലപ്പോഴും പല രാജ്യങ്ങളും, വാസ്തവത്തിൽ ബംഗാളിൽ അന്ന് അത്രയും കമ്മ്യൂണിസം തകരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വ്യവസായവൽക്കരണത്തിലുള്ള ഈ പാവങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ അനാധികാരികൾ ശ്രമിച്ചതിൻ്റെ റിയാക്ഷനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവം പാവങ്ങളുടെ കൂടെയാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലായിടത്തും മത്സ്യത്തൊഴിലാളികളെയും ആദിവാസികളെയും കർഷകരെയും പട്ടിണിയിലാഴ്ത്തുന്ന എന്തെല്ലാം പ്രവൃത്തികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, അതിനൊക്കെ പ്രതികരിക്കേണ്ടത്, ശബ്ദിക്കേണ്ടത് ദൈവവചന ഉള്ളിലുള്ള ആളുകളാണ്. അവർ മിണ്ടാതിരുന്നാൽ അത് വലിയ തെറ്റാണ്. ദൈവത്തിനുള്ളിലുള്ളവരെ പ്രതികരിക്കാൻ കഴിയണ്ട. വസ്തുനിഷ്ഠവും സത്യസന്ധയും വിട്ടുവീഴ്ചയില്ലാത്തതുമായ വിമർശനം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഭരണകൂടവും നേർവഴിക്ക് പോവുകയുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ശബ്ദിക്കാൻ കഴിയേണ്ടതാണ്. പ്രത്യാഘാതത്തെ ഭയന്ന മൗനം പാലിച്ചാൽ അത് തമ്പുരാനോട് ചെയ്യുന്ന നീതിയായിരിക്കില്ല, വിശ്വസ്തത ആയിരിക്കുന്നുള്ള കാര്യം ഇപ്പം നമുക്കിവിടെ ഇന്ന് സമാപിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജ്യന്മാർ യുദ്ധത്തിൽ വിജയം വരിക്കുന്ന എവിടെയാണ്? അത് വിശ്വസ്തതയുള്ളിടത്താണ്. അവിടെ ആ വിജയം വരിച്ചു കഴിയുമ്പോൾ എന്താ വേണ്ടി? നന്ദിയോടുകൂടി വിനയത്തോടെ ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. രണ്ടാമത്തെ എന്താണ്? അന്യൻ്റെ സ്വത്ത് അത് സ്വന്തമാക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കാത്തതിൻ്റെ രീതിയിൽ അത് കള്ളത്തരം കാണിച്ച് കള്ളസാക്ഷിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വധിച്ച്, മക്കളെയും വധിച്ച് അത് സ്വായത്തമാക്കിയ ഒരു കേസ്. ഈ നാബോത്തിൻ്റെ സംഭവം വളരെ ശക്തമാണ്. നമ്മൾ ഓർക്കണം, വേറെ പുസ്തകത്തിൽ ഈ നാബോത്തിൻ്റെ സംഭവം പല പ്രാവശ്യം ആപ്ലിക്കബിളാണ് പലയിടത്തും. ആ വിധത്തിലുണ്ടായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് ഏത് കാലഘട്ടത്തിൽ എവിടെ നടന്നാലും ശരി അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സമൂഹത്തിൽ നന്മ കൈവരിക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.